ആ NIT റിപ്പോർട്ട് ഞങ്ങളെ കൗൺസിൽ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ കൗൺസിലർമാർക്കാർക്കും ലഭ്യമായിട്ടില്ല. പക്ഷേ 14-ാം തീയതി കൗൺസിലിൽ ഈ അജണ്ട വരുമെന്ന് കണ്ടിട്ടാവണം അന്നേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ അതിന്റെ പൂർണ്ണ സംക്ഷിപ്ത രൂപം പ്രസിദ്ധീകരിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യ റിപ്പോർട്ട് വന്നതെങ്കിൽ ആ റിപ്പോർട്ട് അംഗീകരിക്കണോ വേണ്ടതെന്നുള്ളത് നമ്മൾ 4 വട്ടം ഒരു വട്ടമല്ല 2 വട്ടമല്ല 4 വട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? 5 വിരൽ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരുടെ താല്പര്യം എന്താണ്. ആ താല്പര്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നമസ്കാരം. പാളയം പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളികളെയും വ്യാപാരികളെയും കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന നീക്കത്തിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് പാളയം മാർക്കറ്റിലെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. NITയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ വ്യാപാരികളിൽ നിന്ന് വാടക സ്വീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതും അതുപോലെ തന്നെ വ്യാപാരികളുടെ അടിയന്തരമായി പാളയം മാർക്കറ്റ് ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും വ്യാപാരികളും 2 തട്ടിലായിരുന്നു. നിരവധി സമരങ്ങളും കോഴിക്കോട് നഗരം ഇതുമായി ബന്ധപ്പെട്ട് കാണുകയുണ്ടായി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം NIT റിപ്പോർട്ട് തന്നെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഇല്ലാത്ത കെട്ടിടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ളതാണ്. പാളയം മാർക്കറ്റിനകത്ത് 2 നില കെട്ടിടങ്ങളില്ല. എന്നാൽ 2 നില കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ തങ്ങളിൽ നിന്ന് വാടക സ്വീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് സമരക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിനകത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ NITയുടെ പഠന റിപ്പോർട്ട് എങ്ങനെയാണ് ദേശാഭിമാനി പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള വളരെ ഗുരുതരമായ ചോദ്യവും സമരക്കാർ ചോദിക്കുന്നുണ്ട്. ആ NIT റിപ്പോർട്ട് ഞങ്ങളെ കൗൺസിൽ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ കൗൺസിലർമാർക്കാർക്കും ലഭ്യമായിട്ടില്ല. പക്ഷേ 14-ാം തീയതി കൗൺസിലിൽ ഈ അജണ്ട വരുമെന്ന് കണ്ടിട്ടാവണം അന്നേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ അതിന്റെ പൂർണ്ണ സംക്ഷിപ്ത രൂപം പ്രസിദ്ധീകരിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കൗൺസിലർമാർക്ക് പോലും ലഭിക്കാത്ത റിപ്പോർട്ട് ദേശാഭിമാനിയിലൂടെ ഈ ലോകം അറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ എസ്കിനോട് പറയാൻ വിചാരിക്കുകയായിരുന്നു, നമ്മൾ ഇനി കൗൺസിലിൽ വരണ്ട, ദേശാഭിമാനി പത്രം വായിക്കുക, അതാ നല്ലത്. കാരണം അജണ്ട ഒക്കെ ദേശാഭിമാനി പത്രത്തിലാണ് വരുന്നത്. കൗൺസിലിൽ വരേണ്ട അജണ്ടകൾ, അതിൽ വെക്കേണ്ട റിപ്പോർട്ടുകൾ ദേശാഭിമാനി പത്രത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ പിന്നെ കൗൺസിലർമാർ ഇവിടെ വരണ്ടല്ലോ. ഞങ്ങൾ പെട്രോൾ അടിച്ച് വെറുതെ കാശ് ചെലവാക്കി ഈ കൗൺസിലിൽ വന്നിരുന്ന് നമ്മൾ ഈ അഭ്യാസം കാണേണ്ട ആവശ്യമില്ല. അപ്പോ ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യ റിപ്പോർട്ട് വന്നതെങ്കിൽ ആ റിപ്പോർട്ട് അംഗീകരിക്കണോ വേണ്ടതെന്നുള്ളത് നമ്മൾ 4 വട്ടം ആലോചിക്കും. ഒരു വട്ടമല്ല 2 വട്ടമല്ല 4 വട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ചില ക്രമപ്രശ്നങ്ങൾ അതിലുണ്ട്, നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 2024-ൽ 16ഓളം കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തീരുമാനിച്ചു. അത് NITയെ പോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ച് നാളിന്ന് വരെ 16 കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ട് ഇന്നവരെ വന്നിട്ടില്ല. മാത്രമല്ല 4 പേരുടെ മരണത്തിനിടയാക്കിയ വലിയങ്ങാടിയിലെ കെട്ടിടം തകർന്നു വീണ സംഭവം നമുക്ക് മറക്കാൻ പറ്റൂല. അതിന്റെ റിപ്പോർട്ട് നാളിന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. താരപ്പറമ്പ് കെട്ടിടം പരിശോധിക്കാൻ പോയ ഉദ്യോഗസ്ഥന് തലയിൽ കഷ്ണം തകർന്നു വീണു. ഹെൽമെറ്റ് ഇട്ടിട്ടാ പരിശോധിച്ചത്, അതിന്റെ റിപ്പോർട്ടും വന്നിട്ടില്ല. പക്ഷേ പാളയം മാർക്കറ്റിന്റെ റിപ്പോർട്ട് ദേശാഭിമാനി പത്രത്തിലൂടെ അതിന്റെ റിപ്പോർട്ട് ഈ ലോകം അറിയാൻ സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? 5 വിരൽ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരുടെ താല്പര്യം എന്താണ്. ആ താല്പര്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ കോഴിക്കോട് നഗരത്തിൽ മാർക്കറ്റ് അവിടെ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ പാളയം ലോക്കൽ ഏരിയ പ്ലാൻ ഡിസ്കഷൻ വന്നു. പാളയം ഏരിയയിലെ മൊത്തം ചിന്തവളപ്പ് ഏരിയ എടുത്തുകൊണ്ട് കമ്മീഷൻ ഓഫീസ് ഉൾപ്പെടെയുള്ള ആ പ്രദേശം മൊത്തം വികസിപ്പിക്കാനുള്ള പാളയം ലോക്കൽ ഏരിയ പ്ലാൻ ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ശക്തമായി എതിർത്തു. എന്തിനാ എതിർത്തെന്നറിയോ? അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവിടുത്തെ ബെനിഫിഷ്യറീസും ആയിരിക്കുന്ന അവിടുത്തെ കച്ചവടക്കാര്, തൊഴിലാളികള്, അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് വേണം ഇത്തരം പ്ലാനുകൾ തയ്യാറാക്കാൻ. ഇത് നിയമപരമാണ്. അതൊന്നും പാലിക്കാതെ നേരിട്ട് കോർപ്പറേഷനിൽ വന്ന് ചർച്ച ചെയ്യുക, ഇവിടുന്ന് പാസ്സാക്കുക, ബാലിശമായ 2 കോടി രൂപ ലഭിക്കുമെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു 2 കോടിക്ക് വേണ്ടി ഒരു പ്രദേശത്തെ വികസനം എങ്ങനെ വേണമെന്ന് അവിടെ അധിവസിക്കുന്ന, അവിടെ കച്ചവടം ചെയ്യുന്ന, അവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികളോട് ഒരു കൺസൾട്ടേഷൻ നടത്താതെ
ഇവർ നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ സമരവുമായി വീണ്ടും വീണ്ടും ഇവിടെ തൊഴിലാളികൾ വന്ന് നിൽക്കേണ്ടി വരുന്നത്.